ഒരു കോർപ്പറേഷൻ പ്രഖ്യാപിക്കുമ്പോൾ അതിൽ ഇത്രയും ഗൗരവകരമായ ഒരു ചർച്ച നടത്തിയതിന് അഭിനന്ദിക്കുകയാണ്. മറ്റൊന്ന്, ഇന്നലെയൊക്കെ ഈ കൗൺസിലല്ല പല കൗൺസിലിലും പലരും അഭിപ്രായപ്പെട്ടു ചിലരൊക്കെ സൂപ്പർ മേയർ ആവുകയാണ്, മേയർ അല്ലേ മറുപടി പറയേണ്ടത്. ഞാനൊരു കാര്യം പറയാം, ആരെങ്കിലും അതിലിപ്പോ ഭരണസമിതിയെ പിന്തുണച്ചുകൊണ്ട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം, അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ അവകാശത്തെ ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. പിന്നെ ഈ ഇരിക്കുന്നതിൽ ആരെങ്കിലുമൊക്കെ തന്നെ മേയർമാരാവാനുള്ള ശേഷിയോ അതിൽ അപ്പുറമോ ഉയർന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള ആൾ ഞാൻ തന്നെയാണ്. കാരണം ഒന്നോ രണ്ടോ അല്ല, നിരവധി ആ കപ്പാസിറ്റിയിലേക്കുള്ള ആൾക്കാരുണ്ട് എന്നറിയുന്നത് ജനാധിപത്യത്തിന് ആരോഗ്യകരമാണ് എന്നുള്ളതാണ്. ആരുടെയെങ്കിലൊക്കെ പെർഫോമൻസിൽ അങ്ങനെ തോന്നി തുടങ്ങിയാൽ അതിന് ഏറ്റവും കൂടുതൽ അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് എന്റെ അഭിപ്രായം. നമുക്ക് വരാം. മറ്റൊന്ന്, ഇപ്പോ ഈ ഭരണസമിതി ചുമതലയേറ്റതിനു ശേഷം 48 മണിക്കൂറിനുള്ളിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണണം എന്ന് ആഗ്രഹിച്ച അപ്പോയിന്റ്മെന്റ് ചോദിച്ച ഒരു വ്യക്തിയാണ് ഞാനും, അതുപോലെ തന്നെ ഡെപ്യൂട്ടി മേയർ ആശാനാഥും. എന്നെ ജയിപ്പിച്ചയച്ച പ്രസ്ഥാനത്തിന്റെ ദേശീയ നേതൃത്വവുമായിട്ട് മേയറായി സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ആദ്യം സംസാരിക്കുന്ന വേളയിൽ തന്നെ എന്നോട് ആദ്യം ചോദിച്ച കാര്യം മുഖ്യമന്ത്രിയെ കണ്ടോ എന്നാണ്. മുഖ്യമന്ത്രിയെ കണ്ടോ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മേയറാവണമെന്ന് തീരുമാനിച്ച ഘടകത്തിൽ നിന്ന് ഉൾപ്പെടെ ചോദിച്ചത്. മുഖ്യമന്ത്രിയെ കണ്ടോ എന്നാണ് ചോദിച്ചത്. അതിനുശേഷം മുഖ്യമന്ത്രിയോട് ഇങ്ങനെ മേയറായിട്ട് നോമിനേഷൻ കൊടുക്കുകയാണെന്ന് അങ്ങോട്ട് വിളിച്ച് മുഖ്യമന്ത്രിയോട് സംസാരിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസാരിച്ചതിന് ശേഷമാണ് മേയറായിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് തന്നെ. ഡെപ്യൂട്ടി മേയർ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണാൻ അവസരം കിട്ടി കണ്ടപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ഭാഗത്തും ഞങ്ങൾ നടത്തിയ ചർച്ചയിൽ നിന്നും പരമാവധി സ്റ്റേറ്റ് ക്യാപിറ്റലിലെ കോർപ്പറേഷൻ എന്നുള്ള നിലയ്ക്ക് കേന്ദ്ര പദ്ധതികൾ നേടിയെടുക്കുവാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമം നടത്തിയാലും നേടിയെടുക്കാൻ ശ്രമിക്കണം, നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു ഗുണമുണ്ട് സ്റ്റേറ്റ് ക്യാപിറ്റലിലെ കോർപ്പറേഷൻ എന്നുള്ളതിൽ വളരെ പോസിറ്റീവായിട്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വികസന കാര്യങ്ങൾ പ്രതികരിച്ചത്. അദ്ദേഹത്തിന്റെ ഉപദേശവും അതിനുശേഷം ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയെ കാണുമ്പോഴും അതോടൊപ്പം തന്നെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ എം പി രാജേഷിനെ പലതവണ കണ്ടപ്പോഴും ഒക്കെ തന്നെ പദ്ധതികൾ നേടിയെടുത്ത് നടപ്പിലാക്കുവാനുള്ള ചർച്ചകളാണ് ഞങ്ങൾ നടത്തിയത്. അപ്പോൾ അത്തരത്തിലുള്ള ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഭരണരംഗത്ത് പുതുമുഖങ്ങളായ ഞങ്ങളൊക്കെ തന്നെ ഈ ഭരണസമിതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് അർഹരായപ്പെട്ടവർക്ക് വീട് നേടുവാൻ വേണ്ടി കേന്ദ്ര പദ്ധതി പ്രയോജനപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്. മറ്റൊന്ന്, ഇപ്പോ ദീപക് അവസാനം സംസാരിച്ചപ്പോഴേക്കും ഞാൻ അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു വാക്ക് ഉപയോഗിച്ചു. അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്ന് ഉപയോഗിച്ചത് അദ്ദേഹം പറഞ്ഞതുപോലെ ആ സർവേയുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താണ് നടന്നതൊക്കെ അറിയാം. ഞാൻ അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്നുള്ള വാക്ക് ഉപയോഗിച്ചത് പ്രധാനമന്ത്രിയുടെ ചിത്രം വീടുകൾക്ക് മുൻപിൽ പതിച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിൽ കൗൺസിൽ ധാരണ വരുന്ന തരത്തിൽ ഒരു അംഗം അഭിപ്രായപ്പെട്ടപ്പോൾ, അത് പുറത്തേക്കുന്ന ഒരു വ്യക്തിയോ മാധ്യമപ്രവർത്തകരോ അല്ല, തെരഞ്ഞെടുക്കപ്പെട്ട അംഗം പറയുകയും അതിന്റെ രേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് എന്ന് അദ്ദേഹം അവകാശപ്പെടുകയും ചെയ്തപ്പോൾ അതിൽ നിന്ന് ഒരു മേയർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അറിയില്ലാത്ത ഒരു കാര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ സാധിക്കുകയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അറിയണം, അറിയാത്ത കാര്യം പഠിക്കണം എന്നുള്ള മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ടാണ് അക്കാഡമിക് ഇൻട്രസ്റ്റ് ചർച്ച ചെയ്യണം എന്ന വാക്ക് ഉപയോഗിച്ചത്. ആ അംഗം ഡയസിൽ കയറുന്നത് കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോൾ നോ എന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഭൂഷണമല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹത്തെ അടുത്ത് വിളിച്ചു നിർത്തിയിട്ട് അത് പരിശോധിക്കുകയും ആർക്കെങ്കിലും ആ ചിത്രം വ്യക്തമായില്ല, ഗിരികുമാർ അന്ന് ഉയർത്തി കാണിച്ച ദിവസം സഭയിലില്ലായിരുന്നെങ്കിൽ അവർക്ക് കാണാൻ വേണ്ടിയാണ് ഈ ചിത്രം വീണ്ടും ഞാൻ ഉയർത്തി കാണിച്ചത് ഇവിടെ. ഓക്കെ, അപ്പൊ അവിടെയാണ് അക്കാഡമിക് ഇൻട്രസ്റ്റ് എന്നുള്ള പദം പ്രയോഗിച്ചത്. മറ്റൊന്ന്, ഇപ്പോ CSR ഫണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള പലതരത്തിലുള്ള ചർച്ചയും വന്നു. അതിൽ ഒരാശങ്കയും വേണ്ട. നമ്മുടെ ഈ ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിന് ശേഷം നാടിന്റെ നാനാഭാഗത്തുനിന്നും വളരെ വലിയ പിന്തുണയാണ് ലഭിക്കുന്നത്. ഒരു വ്യക്തി വീട് വെച്ചുതരാമെന്ന് പറഞ്ഞതും അന്ന് നമ്മൾ കൊടുത്ത ഓഫറൊക്കെ ഇവിടെ പറഞ്ഞു. ഇന്നലെ രാത്രി, ഞാൻ തുക ഇവിടെ പറയുന്നില്ല, 1 കോടിയിൽ കൂടുതൽ രൂപ, എക്സാക്ട് എമൗണ്ട് ഇവിടെ സഭയിൽ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല, കൂടുതൽ തുക CSR ഫണ്ട് തരാമെന്ന് ഈ ഫിനാൻഷ്യൽ തരാമെന്ന് പറഞ്ഞുകൊണ്ട് രേഖാമൂലം ഒരു സ്ഥാപനം സമീപിച്ചിരുന്നു. ആ സ്ഥാപനത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ട് ചില പ്രോജക്റ്റുകൾ ചെയ്തു തരണമെന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്റെ മനസ്സിൽ വന്നത് ഭീമാപള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട കൗൺസിലറുടെ നേതൃത്വത്തിൽ അവിടുത്തെ കമ്മിറ്റിയുടെ അംഗങ്ങൾ ഇഫ്താറിന് നോമ്പ് തുറയ്ക്ക് ക്ഷണിക്കാൻ വേണ്ടിയും അവരുടെ വികസന കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ അവരാവശ്യപ്പെട്ടത് അവിടെ
തീർത്ഥാടകർ വരുമ്പോഴേക്കും ശുചിമുറികൾ സൗകര്യമല്ല എന്ന് പറഞ്ഞു. ഞാൻ അപ്പോൾ തന്നെ അവരോട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പൊ 200 എണ്ണം കോർപ്പറേഷൻ അനൗൺസ് ചെയ്തിട്ടുണ്ട്, അതിൽ 10 സീറ്റുള്ള ശുചിമുറികൾ അവിടെ പരിഗണിക്കുന്ന കാര്യം ആലോചിക്കാമെന്ന് പറയുകയും ഈ CSR ഫണ്ട് വന്നപ്പോഴേക്കും ഞാൻ അവരോട് പറഞ്ഞത് ശുചിമുറികളാണ് ചെയ്തു തരേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇന്നലെ ആ കമ്മ്യൂണിക്കേഷൻ ലെറ്റർ ഇന്നലെ രാത്രി കൈമാറി കഴിഞ്ഞു. അപ്പോൾ അത് ഭീമാപള്ളിയിൽ പ്രയോജനപ്പെടുത്താമെന്നാണ് ഈ ഭരണസമിതി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ കിട്ടാവുന്ന എല്ലാ സ്ഥലത്തുനിന്നും തിരുവനന്തപുരം കോർപ്പറേഷന് വേണ്ടി സാമ്പത്തികം ഏത് തരത്തിലായാലും വാങ്ങിയെടുക്കുവാനും അത് 101 വാർഡുകളിലും തുല്യമായി പ്രയോജനപ്പെടുത്തുവാനാണ് ശ്രമിക്കുന്നത്. ഇന്ന് രാവിലെ വ്യക്തി ആരാണെന്ന് എനിക്കറിയില്ല, നമ്പർ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആറ്റുകാൽ പൊങ്കാലയിൽ ഒരുമിച്ച് നടത്തിയ പ്രവർത്തനവും നമ്മുടെ ബഡ്ജറ്റും പഠിച്ചതിന് ശേഷം ടാൻസാനിയയിൽ നിന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഞാൻ രാവിലെ പുത്തരിക്കണ്ട ഈ നയനാർ പാറകളിലേക്ക് വരുമ്പോൾ വിളിച്ചിട്ട് നിങ്ങളുടെ പറഞ്ഞാൽ ഞങ്ങൾക്ക് CSR ഫണ്ട് കൊണ്ട് കുറച്ച് പ്രോജക്റ്റുകൾ ചെയ്തു തരാമെന്നും ഏപ്രിൽ മാസം മേയറുടെ ഓഫീസിൽ നിന്നും കാണാമെന്നും പറഞ്ഞിട്ട് ഇന്ന് രാവിലെ ടാൻസാനിയയിൽ നിന്ന് വലിയൊരു ബിസിനസ് ഗ്രൂപ്പ് വിളിച്ചിരുന്നു. അവരെ ഏപ്രിൽ മാസത്തിൽ നമ്മുടെ കോർപ്പറേഷനിലേക്ക് വിളിച്ചു. ഞാൻ സാന്ദർഭികമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതെന്ന് മാത്രം. ഇനി ചില അംഗങ്ങൾ പറഞ്ഞതിന് മേയർ മറുപടി പറയണം എന്നുള്ള തോന്നിയ ചില കാര്യങ്ങൾ മാത്രം സൂചിപ്പിക്കാം. ആദ്യമായി ബഹുമാനപ്പെട്ട SP ദീപക്, പാർലമെന്ററി പാർട്ടി ലീഡർ LDF, അദ്ദേഹം പറഞ്ഞതിൽ ഒരു കാര്യം, വളരെ സന്തോഷകരമായ കാര്യം അദ്ദേഹം പറഞ്ഞു, സംസ്ഥാന സർക്കാർ വീട് കൊടുത്ത എല്ലാവരെയും ഒരുമിച്ച്, ഞാൻ മനസ്സിലാക്കിയതാണ്, ഒരുമിച്ച് വിളിച്ചു ചേർക്കാൻ പോകുന്നു, കാണിക്കാമോ? ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. മാത്രവുമല്ല, ഇപ്പോഴത്തെ സംസ്ഥാന സർക്കാർ, ഇനി എത്ര സമയം ഉണ്ടെന്നറിയില്ല, അടുത്ത സംസ്ഥാന സർക്കാർ PMAY പദ്ധതിയിൽ ഒരു ചർച്ച കേന്ദ്ര ഗവൺമെന്റുമായി നടത്തിയിട്ട് ഒപ്പിടണം. അതിന് നമ്മുടെ ഈ പ്രഖ്യാപനവും മുന്നോട്ടുള്ള പോക്കും ഏതെങ്കിലും തരത്തിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ടത് നമ്മുടെ ഈ 101 പേരുടെ ഭരണസമിതിയാണ്. പിന്നെ ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല ഒരു കോർപ്പറേഷൻ നടത്തിയ ഒരു പ്രഖ്യാപനത്തോട് മത്സരിക്കാനാണ് ഒരു സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു പരിപാടി വിളിച്ചു ചേർക്കുന്നത്. ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു സംസ്ഥാന സർക്കാർ തയ്യാറാവുകയില്ല എന്നുള്ളതാണ്. ഒന്ന് ഒരു അജണ്ട ഒരു കോർപ്പറേഷനെ സെറ്റ് ചെയ്യാൻ തക്ക തരത്തിലേക്ക് കാര്യങ്ങൾ നടക്കില്ല എന്നാണ് വിശ്വസിക്കുന്നത്. അത് ശ്രീ SP ദീപക് പറഞ്ഞതിനെ പോസിറ്റീവായിട്ട് തന്നെ കാണുന്നു. PMBY പദ്ധതി കൗൺസിൽ മതിയായ ചർച്ച നടത്തിയില്ല എന്നുള്ള അഭിപ്രായത്തോട് യോജിക്കാൻ സാധിക്കില്ല. 2 ദിവസം പൂർണ്ണമായിട്ടും ബഡ്ജറ്റ് ചർച്ച ചെയ്തപ്പോൾ PMBY പദ്ധതി തന്നെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ളത്. മറ്റൊന്ന്, കൗൺസിലർമാരെ അറിയിച്ചില്ല. ഇവിടെ മറുപടി വന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇരുന്നപ്പോഴും വെരിഫൈ ചെയ്തു, സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഴിയാണ് അറിയിച്ചിട്ടുള്ളത്. ഇനി സ്റ്റാൻഡിംഗ് കമ്മിറ്റി വഴി അറിയിച്ചിട്ടുള്ളത് എന്താ വെച്ചാൽ, കഴിഞ്ഞ 5 വർഷമുള്ള എക്സ്പീരിയൻസ് ഞങ്ങളൊക്കെ തന്നെ എല്ലാ കാര്യങ്ങളും അറിഞ്ഞ്, ഞാൻ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലായിരുന്നു. എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നാണ് അംഗമെന്നുള്ള നിലയ്ക്ക് എന്നെ എല്ലാ കാര്യങ്ങളും അറിയിച്ചുകൊണ്ടത് എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്ന്. അതാണ് ഇവിടുത്തെ നിലവിലുള്ള സിസ്റ്റം. ആ സിസ്റ്റം മാറ്റണമെന്ന് കൗൺസിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കുറിച്ച് ആലോചിക്കാം. അതായിരുന്നു കഴിഞ്ഞ 5 വർഷം പ്രാക്ടീസ് ചെയ്തത്. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി മേയറും അടങ്ങുന്ന കമ്മിറ്റി ആ രീതി ചെയ്തു പോകുന്നത്. അത് മാറ്റണമെന്നാണ് നിർദ്ദേശങ്ങൾ, നമുക്ക് ചർച്ച ചെയ്യാം.